ഈ മാൽഡീവ്സ് എന്ന് പറഞ്ഞ കൺട്രിയിലേക്ക് നമുക്ക് ലിക്കർ കൊണ്ടുവരാൻ പറ്റില്ല. നമ്മൾ അവിടുത്തെ ഡ്യൂട്ടി ഫ്രീയിൽ നിന്ന് നമുക്ക് തിരിച്ച് പോകുമ്പോൾ മാത്രമേ മേടിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കൊച്ചി ടു കൊളംബോ, കൊളംബോ ടു മാൽഡീവ്സ് ആണ് വന്നത്. അപ്പോൾ കൊളംബോ എന്നുള്ള എയർപോർട്ടിലുള്ള ഡ്യൂട്ടി ഫ്രീയിൽ നിന്ന് ഞാൻ ലിക്കർ മേടിച്ച് മാൽഡീവ്സ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരത് അതവിടെ ബാൻഡാണ്, ഇസ്ലാമിക് കൺട്രിയാണ്, ഇവിടെ ഹറാമാണോ എന്താണെന്ന് എനിക്കറിയില്ല. 2 ടൈപ്പ് ഐലൻഡ്സ് ആണല്ലോ ഈ മാൽഡീവ്സിലുള്ളത്, ഒന്ന് പ്രൈവറ്റ് ഐലൻഡും പബ്ലിക് ഐലൻഡ്. അപ്പോൾ പ്രൈവറ്റ് ഐലൻഡ്സിൽ ചില ഐലൻഡിലാണ് മദ്യം കിട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഓർത്ത് ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ലക്ഷദ്വീപിൻ്റെ ലോജിക്കായിരിക്കാം. ലക്ഷദ്വീപിൽ മദ്യം വേണമെന്നുണ്ടെങ്കിൽ അതുപോലത്തെ ഒരു റിസോർട്ട് ഉണ്ട്, അവിടെ വേണം. അപ്പം മദ്യം വേണ്ടവർ അവിടെ പോയി കൂടുതൽ കാശ് ഉണക്കി കഴിക്കട്ടെ എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ തിരിച്ച് എയർപോർട്ടിൻ്റെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവിടെ എയർപോർട്ടിൽ ഇവർ തന്നെ ഡ്യൂട്ടി ഫ്രീയിൽ വിൽക്കുന്നുണ്ട്. അതായത് വരുമ്പോൾ ബാൻഡാണ് സംഭവം, പക്ഷേ തിരിച്ച് പോകുമ്പോൾ ഇവിടെ മദ്യമുണ്ട്. അതെന്ത് ലോജിക്കാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ ഒരുപാട് മുസ്ലിം കൺട്രീസ് ഉണ്ട്, മുസ്ലിം കൺട്രീസിലൊക്കെ ആൽക്കഹോൾ ബാൻഡാണ്. അപ്പോൾ ഈ നമ്മളിപ്പോൾ സൗദിയിലൊക്കെ പോകുമ്പോൾ അവിടെ ആൽക്കഹോൾ നമ്മൾ അറൈവലിലും ഇല്ല ഡിപ്പാർച്ചറിലും ഇല്ല, അങ്ങനെയുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. എനിക്ക് തോന്നുന്നു ആൽക്കഹോൾ എന്നുള്ളതിൻ്റെ മാക്സിമം ലാഭം ഇവർക്ക് ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം, മേ ബി.